പത്തനംതിട്ടയിൽ അനിൽ കെ ആന്റണിയെ NDA സ്ഥാനാർത്ഥിയാക്കിയതിൽ അതൃപ്തി പരസ്യമാക്കി PC ജോർജ്. അനിലിനെ മണ്ഡലത്തിൽ ആർക്കും അറിയില്ലെന്ന് വിമർശനം. തന്നെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ശ്രമിച്ചെന്നും PC ജോർജ് ആരോപിച്ചു. ആഴ്ചകൾക്ക് മുൻപ് ഔദ്യോഗികമായി BJP-കാരനായ PC ജോർജിന്റെ പേര് തുടക്കം മുതലേ പത്തനംതിട്ടയിൽ ഉയർന്നു കേട്ടിരുന്നു. SNDPക്ക് PC ജോർജിനോടുള്ള എതിർപ്പാണ് മറ്റൊരാളിലേക്ക് BJPയുടെ ചർച്ചകളെ എത്തിച്ചത്. അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം പാർട്ടി പ്രഖ്യാപിച്ചതോടെ PC ജോർജ് എതിർപ്പ് തുറന്നു പറഞ്ഞു. അനിലിനെ മണ്ഡലത്തിൽ പരിചയപ്പെടുത്താൻ സ്ഥാനാർത്ഥിയാകുന്നതിനേക്കാൾ കൂടുതൽ പണി താൻ എടുക്കേണ്ടി വരുമെന്നും PC ജോർജ്. പത്തനംതിട്ട അനിൽ ആന്റണി അറിയുന്നില്ല, അത് പരിചയപ്പെടുത്തി എടുക്കണം എന്നുള്ളതാണ്. അത് അത്ര ഓട്ടം കൂടുതൽ. സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഓടുന്നതിനേക്കാൾ കൂടുതൽ ഓടിയാലേ അനിൽ ആന്റണിയെ മനുഷ്യനെ പരിചയപ്പെടുത്താൻ കഴിയും. RSSും BJPയും താൽപര്യം പ്രകടിപ്പിച്ചിട്ടും തന്നെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ശ്രമിച്ചു. വെള്ളാപ്പള്ളി പിണറായിയുടെ ആളും തുഷാർ BJPയുമായി തുടരുന്നത് ശരിയായ രീതിയല്ലെന്നും PC ജോർജ്. വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ഞാൻ സ്ഥാനാർത്ഥിയാകുന്നതിനെതിരായ നിലപാട് സ്വീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. വെള്ളാപ്പള്ളി CPM, പിണറായിയുടെ ആള്, മകൻ BJP, ഒരു വീട്ടിൽ കിടപ്പും. ഇത് മോശമാണ്. എന്നിട്ട് വെള്ളാപ്പള്ളി ഈ BJPക്ക് ചെയ്യാവുന്ന ഭാരം മുഴുവൻ ചെയ്യുക. PC ജോർജിന് കേന്ദ്ര നേതൃത്വം അർഹമായ പരിഗണന അർഹമായ സമയത്ത് നൽകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കിയുണ്ടല്ലോ എന്നായിരുന്നു PC ജോർജിന്റെ പരാമർശത്തോടുള്ള പ്രതികരണം. തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുള്ളൂ, ഇനി 50-60 ദിവസമുണ്ട്, നമുക്ക് കാത്തിരുന്ന് കാണാം. പത്തനംതിട്ടയിൽ വിജയിക്കുമെന്ന് അനിൽ ആന്റണി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതിൽ കേരളത്തിൽ നമുക്ക് നിരവധി സീറ്റുകൾ ലഭിക്കുന്നു. മോദിജിയുടെ ഗുഡ്വില്ല് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടികൾ തന്നെയാണ് നമുക്ക് വിജയിക്കാൻ ഏറ്റവും വലിയ നമ്മുടെ ബോണസ്. PC ജോർജിനെ അനുനയിപ്പിച്ച് പ്രചാരണത്തിൽ സജീവമാക്കുക എന്നതാകും ഇനി BJPയുടെ പ്രധാന വെല്ലുവിളി. ന്യൂസ് ഡെസ്ക് 24.